ഇന്നലെ നടന്ന ED റെയ്ഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് KFCയുമായി ബന്ധപ്പെട്ട് 2015 ഞാൻ MLA ആകുന്നതിന് മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏകദേശം 9.5 കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത്. അതിൽ 6 ചില്ലാൻ കോടി രൂപ റീപേയ്മെൻറ്റ് നടത്തിയതാണ്. പക്ഷേ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് റീപേയ്മെൻ്റ് ഒന്നും നടന്നിരുന്നില്ല. എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി രൂപ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കി കൊടുക്കും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് നിർമ്മാണത്തിന് വേണ്ടി എടുത്താണോ? അതെ, നിർമ്മാണത്തിന്. പാർക്കും അപ്പാർട്ട്മെൻറ്റ്. തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണോ ഇടിയും അന്വേഷിച്ചത്? അതെ അതെ. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട മറ്റ് കൂടുതൽ വിവരങ്ങളൊക്കെ ഇല്ലല്ല, തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ എമൗണ്ട് എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ളത് എന്നിത്യാദി കാര്യങ്ങളാണ് ചോദിച്ചത്. 7 കോടിയോളം രൂപയല്ലേ തിരിച്ചടവ് വർഷത്തിലാണ് വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ സമയത്ത്? അതായത് 9.5 കോടിയായിരുന്നു എടുത്തിരുന്നത്. അതിൽ 1.5 കോടി നമ്മൾ ഒരു ലോണ് നമ്മൾ സെറ്റിൽ ചെയ്തു. മൊത്തം ഈ 9.5-ൽ 6 ചില്ലാനം കോടി നമ്മൾ അടച്ചിട്ടുണ്ട്. പിന്നെ പലിശയും പിഴപ്പലിശയൊക്കെ ചേർത്ത് വലിയൊരു എമൗണ്ട് ആണ് അവരാവശ്യപ്പെടുന്നത്. അത് വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ അത് മൂവ് ചെയ്തതാണ്. പക്ഷെ അതിന് നമ്മൾ കൊടുത്ത ഓഫർ പോരാ എന്ന് പറഞ്ഞ് KFC ഒരു മറുപടി തന്നു. അപ്പോൾ ഫർദർ ഓപ്ഷൻ അവരുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ച് നമ്മൾ കത്ത് കൊടുത്തു. ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അല്ല, രാഷ്ട്രീയ ഇപ്പം എല്ലാത്തിലുണ്ടല്ലോ. രാഷ്ട്രീയം തന്നെയാണല്ലോ എല്ലാം. അല്ല, അതിപ്പോൾ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് മറുപടി പറയുക, നാളെ ലീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. അല്ല, കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ ഇത് ലോൺ എടുത്തു. ലോകത്തെല്ലാവരും ലോൺ എടുക്കുന്ന PVN മാത്രമല്ലല്ലോ. അത് തിരിച്ചടച്ച് പൂർത്തിയാകുന്നുണ്ട്, തിരിച്ചടവ് മുടങ്ങുന്നുണ്ട്. അപ്പോൾ 10,000-കണക്കിന് ജപ്തിയുടെ കേസുകൾ തിരിച്ചടക്കാൻ കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അതിനി ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അല്ല, നമ്മളത് ഫുൾ വൺ ടൈം സെറ്റിൽമെൻറ്റ് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അതിനുള്ള സെറ്റിൽമെൻറ്റ് എമൗണ്ട് KFC തീരുമാനിച്ച് തന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ വിജിലൻസ് കേസുകളും ബാക്കിയുള്ളതും അതിനെ തുടർന്നുള്ള ED. കാരണം 4 ദിവസം മുമ്പാണ് വിജിലൻസ് പോയത് ഇതേപോലെ തന്നെ. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസമാണ് ഇപ്പോൾ EDയുടെ ഈ സെർച്ചും വിഷയങ്ങളൊക്കെ. അത് തെറ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ 2 ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിനെ അത് മറച്ച് വെച്ചിട്ട് മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ 2 ലോൺ. ഇത് ഒരേ സ്ഥാപനം, KFCയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നല്ലേ 2 ലോണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതേ സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ഇടപാട് ഇതിന് നടക്കുന്നില്ല. എല്ലാ ഡോക്യുമെൻസും ഉള്ളത് KFCയുടെ കയ്യിൽ തന്നെ. സിയാദിൻ്റെ പേരിൽ മാലാങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാദ്. അത് ഭൂമി തക്കതായ വാല്യുവേഷൻ റിപ്പോർട്ടിലുള്ള ഭൂമികൾ അതിന് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരേ ഭൂമിയിൽ 2 ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത്? ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. രണ്ടും KFC ലോൺ തന്നെയാണ് ഒരേ പീരീഡിൽ.
സ്വാധീനിച്ചിട്ട് ടി വി അൻവർ എടുത്തു എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അല്ല എന്താ ഒരു കണ്ടെത്തിട്ട് നമുക്ക് നോക്കാം. 2015 അൻവർ MLA കൂടിയല്ല. പിന്നെ എങ്ങനെയാണ് അൻവർ സ്വാധീനിച്ചതെന്നുള്ളതൊക്കെ അറിയണ്ടേ. ഇതൊരു കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് ഫർദർ കൺസ്ട്രക്ഷൻ എടുത്ത ലോണുകളാണ്. അതൊക്കെ ക്ലിയർ റെക്കോർഡുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി തീരുമാനിക്കേണ്ട കോടതികളാണ്. ഈ വൺ ടൈം സെറ്റിൽമെന്റ് അനുവദിക്കാത്തതിന് രാഷ്ട്രീയമായിട്ടുള്ള ചില സമ്മർദ്ദം വരുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെൻറ്റ് കൊടുക്കുന്നതാണ്. ക്യാഷ് എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുത്തത് റിജക്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ളൊരു റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെൻറ്റ് നോട്ടീസിലേക്കാണ് പോയത്. അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ടാകും എന്നുള്ളത് ആർക്കും നോക്കിയാലും മനസ്സിലാവില്ല. അതായത് വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണോ, അതിന്റെ പിന്നാലെ തന്നെ ED എത്തിയതാണ്. തീർച്ചയായിട്ടും. ഇതേ കാര്യങ്ങൾ തന്നെയാണോ അവരും? സെയിം കാര്യങ്ങളാണ്. ഇപ്പോൾ UDF പ്രവേശനമൊക്കെ അന്തരീക്ഷം നിൽക്കുകയാണ്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ED അന്വേഷിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു സംശയത്തിന് നിർത്തിയാണ്. അപ്പോൾ ആ UDF പ്രവേശനം തടയാൻ കഴിയുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നു? അല്ല, ED അന്വേഷണം ഇല്ലാത്ത നേതാക്കന്മാരാരാ ഉള്ളത്? രാഹുൽ ഗാന്ധി തൊട്ട് പ്രിയങ്ക ഗാന്ധി തൊട്ട് വധേതര തൊട്ട് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ED അന്വേഷണങ്ങളുണ്ട്. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അതിലൊന്നും വലിയ കാര്യമില്ല. പ്രവേശനത്തെ ഇതൊക്കെ സ്വാധീനിക്കുന്നു കരുതുന്നുണ്ടോ? അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? ഇതിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പം സ്ഥാനാർത്ഥികളെ എല്ലാവരും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. എന്താണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യം? ഇല്ല, തൃണമൂൽ കോൺഗ്രസ് ആദ്യമേ കഴിഞ്ഞ ഒരു ഏകദേശം ഇലക്ഷൻ ഡിക്ലറേഷൻ വരുന്ന ആ സമയത്ത് തന്നെ കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ നമ്മൾ തീർത്തും പറഞ്ഞതാണ്. നിരുപാധിക പിന്തുണ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ UDF കൊടുത്തത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും UDF പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. ഇല്ല, നമ്മൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും UDF ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് 99%. അത് UDF ഗുണകരമാകുകയുള്ളൂ, ഒരിക്കലും അത് ദോഷകരമാകുന്നില്ല. പരിഗണന കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് താങ്കൾ കയ്യലക്ഷണം മത്സരിച്ച് 20,000-ഓളം വോട്ടിന് വേണ്ടി ശക്തി തെളിയിച്ചാൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ പോലും കേരളയിലൊഴികെ എവിടെയും അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, ചെറിയ രീതിയിലെങ്കിലും. അല്ല, അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ച് പോകണമെന്ന് പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ മലപ്പുറത്തെ ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് തട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നേതൃത്വം ചർച്ച ചെയ്തതിന് മുകളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു അസോസിയേറ്റ് മെമ്പറാക്കാനുള്ള കലാക്ഷേത്രങ്ങളും ഒക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പായിട്ട് പോലും UDF ഇങ്ങനെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതിപ്പോൾ അവരോട് തന്നെ ചോദിക്കണ്ടേ, അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ. അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. RMP ഉണ്ട്, അതേപോലെ ഫോർവേഡ് നോട്ടുണ്ട്, അവരൊക്കെ അതിൻ്റെ അസോസിയേറ്റ് മെമ്പർ എന്ന രീതിയിൽ പോകുന്നു. പക്ഷേ വലിയ തോതിൽ ഒരു പ്രചരണം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് ഉൾപ്പെടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും തൃണമൂൽ കോൺഗ്രസിന് ശക്തിയെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടും ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല. അതായത് കോൺഗ്രസ് പരിപൂർണമായി അല്ലെങ്കിൽ UDF പരിപൂർണമായും PV അൻവറിനെ തഴയുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. UDF ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും നമ്മളുമായി കമ്മ്യൂണിക്കേഷനിലുണ്ട്. തീരുമാനം ഉണ്ടാകും. ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന നിലയ്ക്ക് തന്നെ പറയുന്നു. തീരുമാനമില്ല എന്ന നിലയ്ക്ക് ഒരു സ്റ്റേറ്റ് ലീഡർ ഇതുവരെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടില്ല, മാധ്യമങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുന്നുണ്ട്, തീർച്ചയായിട്ടും. ഇതിനിടയിൽ ചുങ്കത്തറ പഞ്ചായത്ത് അവിടെ ഒരു മെമ്പറെ UDF മാറ്റി പഞ്ചായത്ത് ഭരണം വരെ UDF മാറ്റി കൊടുത്തതാണ്.
അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക കമ്മിറ്റികൾ അവർ പിരിച്ചുവിട്ടുകൊണ്ട് ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യണം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ. പ്രവർത്തകർക്കും അത്തരത്തിലൊരു ഫീലിംഗ് തരാൻ അത് ചില സ്ഥലങ്ങളിലൊക്കെ സ്വാഭാവികമുണ്ട്. ചുങ്കത്തറയെ പോലുള്ള, കാരണം UDF ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് എൻ്റെ കൂടെ വരികയും പഞ്ചായത്ത് ബോർഡിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്ത് അവിടെ ബോർഡ് മാറി UDFന് ബോർഡ് കൊടുത്തൊരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ വയനാട്ടിലെ പനമരം പഞ്ചായത്തിന് ഇതേ രീതിയിലുണ്ടായതാണ്. അവിടെയൊക്കെ ഒരു സീറ്റ് പോലും കൊടുക്കാൻ UDFൻ്റെ പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ വികാരം നമുക്കത് ഏത് നിലക്കാൻ നമുക്കതിനെ തള്ളി പറയാൻ സാധിക്കുക. ചുങ്കത്തറയിലൊക്കെ സംഭവിച്ചത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കേണ്ടതൊക്കെ ആ രീതിയിൽ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു. അതുണ്ടായില്ലല്ലോ. അത് നമ്മളവരോട് പ്രവർത്തകരോട് പറഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ പറയുക സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പം ഒന്നല്ലോ, ഇപ്പോൾ ഈ പത്രങ്ങളിൽ വാർത്തകൾ കണ്ടതാണല്ലോ. മലപ്പുറത്തെ ചില നേതാക്കന്മാരുടെ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഈ ചുങ്കത്തറയിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ കാര്യങ്ങൾ. മുസ്ലിം ലീഗ് വളരെ ശക്തമായി പറയുന്നു. ഇപ്പോൾ പാണക്കാട് തങ്ങൾ കഴിഞ്ഞ ദിവസം പ്രശ്നത്തിലെടുത്ത് മുസ്ലിം താങ്കളെ കുത്തിവയ്പ്പിച്ച് കൊണ്ടുപോകുന്നു, സഹകരിപ്പിച്ച് പോകുന്നു, അത് തീരുമാനം എടുത്തിട്ട് നേതൃതലത്തിൽ പറയുന്നു. പാണക്കാട് തങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ലീഗ് നേതൃത്വം പറയുന്നത് പോലെ താഴെത്തട്ടിലേക്ക് നടക്കുന്നില്ലേ? അല്ല, അതിപ്പോൾ പാണക്കാട് തങ്ങൾ മാത്രമല്ല, UDFയിലെ എല്ലാ നേതാക്കന്മാരും, പ്രധാന നേതാക്കന്മാരും അതേ മാനസികാവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇവിടെ ജില്ലയിലുണ്ടായ ചില പ്രാദേശിക വിഷയത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇത് നീണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ആ നിലപാടെടുക്കുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ AK കുമാറിനോട് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള തർക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിനാണോ അതിൽ താല്പര്യക്കുറവുള്ളത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കോൺഗ്രസിന് താല്പര്യമുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടി, ഒരുപാട് നേതാക്കന്മാർ, അതിൽ ചില ലീഡേഴ്സിൻ്റെ വിഷയമായിട്ടാണെന്ന് മനസ്സിലാകുന്നത്. പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇല്ല, അതിപ്പോൾ നാളത്തോട് കൂടിയിട്ട് നോമിനേഷൻ സ്ക്രൂട്ടിനും കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൃത്യമായ ധാരണ കിട്ടും. എങ്ങനെ? തീർച്ചയായിട്ടും പിന്തുണക്കുന്ന സ്വതന്ത്രന്മാരുണ്ടാവും. അതിനെപ്പറ്റി തീരുമാനിച്ചില്ല, അണ്ടർ ഡിസ്കഷനിലാണ്. ഒരു സ്ക്രൂട്ടിനി കഴിഞ്ഞ് പിൻവലിക്കലും കൂടി കഴിഞ്ഞ് കളം ഇപ്പോഴും വ്യക്തമല്ലല്ലോ. കളം വ്യക്തമായതിനു ശേഷം ആലോചിക്കുന്നില്ല. ആലോചിക്കും. അപ്പോൾ ഓക്കെ. അതെ, ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലാത്ത ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 24-ാം തീയതി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു തീരുമാനം പറയണമല്ലോ. അത് UDF ലീഡർഷിപ്പ് പറയും തന്നെയാണ് കരുതുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ട, ലോക്കൽ സാഹചര്യത്തിനനുസരിച്ച്. ഓക്കെ. പിന്നെ ഒരു കാര്യമാണ്, ഇവിടുത്തെ നേതാക്കളെ പരിഗണിക്കാത്തൊരു വിഷമം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുമല്ലോ. അതും ചർച്ചയിലാണ്. അത് ഇപ്പോൾ നമുക്ക് പറയാനായിട്ടില്ലല്ലോ. സമയം നമുക്ക് പറയാം. ഇപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളില്ല.